മസ്ക് എന്ന് കേൾക്കുമ്പോൾ ആദ്യം നമ്മുടെ മനസ്സിൽ ഓടിയെത്തുന്നത് എന്താണ്? ചൊവ്വയിൽ മനുഷ്യനെ എത്തിക്കുക, അവിടെ വലിയ കോളനി ഉണ്ടാക്കുക എന്ന സ്വപ്നമാണല്ലോ. മാർസ് സിറ്റി എന്നൊക്കെ പറഞ്ഞ് നമ്മൾ അതും കേട്ട് ത്രില്ലടിച്ചിരിക്കുകയായിരുന്നു. എന്നാൽ മസ്ക് തന്റെ പ്ലാനിൽ മാറ്റം വരുത്തിയിരിക്കുകയാണ്. ഇനി ചൊവ്വയല്ല, ചന്ദ്രനാണ് മെയിൻ. ചൊവ്വയിലേക്ക് പോകുന്നതിന് മുമ്പ് ചന്ദ്രനിൽ ഒരു നഗരം പണിയാനാണ് സ്പേസ് എക്സിന്റെ ഇപ്പോഴത്തെ തീരുമാനം. അപ്പോൾ ചൊവ്വ എന്ന സ്വപ്നം മസ്ക് ഉപേക്ഷിച്ചോ? നമുക്കൊന്ന് അടുത്തറിയാം. ഈ തീരുമാനത്തിന്റെ പിന്നിൽ രണ്ട് കാരണങ്ങളാണുള്ളത്. ഒന്നാമത്തേത് സമയം, രണ്ടാമത്തേത് സാങ്കേതിക വെല്ലുവിളികൾ. ചൊവ്വയിൽ മനുഷ്യവാസയോഗ്യമായ ഒരു സിറ്റി പണിയണമെങ്കിൽ കുറഞ്ഞത് 20 വർഷമെങ്കിലും എടുക്കും. എന്നാൽ ചന്ദ്രനിലത് വെറും 10 വർഷത്തിനുള്ളിൽ സാധ്യമാകും എന്നാണ് മസ്ക് പറയുന്നത്. ചൊവ്വയിലേക്ക് പോകാനുള്ള വിൻഡോ അല്ലെങ്കിൽ സമയം ലഭിക്കുന്നത് 26 മാസത്തിലൊരിക്കൽ മാത്രമാണ്. അതായത് ഭൂമിയും ചൊവ്വയും നേർരേഖയിൽ വരുമ്പോൾ മാത്രമേ റോക്കറ്റ് അയക്കാൻ പറ്റൂ. മാത്രമല്ല യാത്രയ്ക്കായി 6 മാസത്തോളം എടുക്കും. എന്നാൽ ചന്ദ്രന്റെ കാര്യം അങ്ങനെയല്ല. വെറും 3 ദിവസം മതി ചന്ദ്രനിലെത്താൻ. എപ്പോൾ വേണമെങ്കിലും റോക്കറ്റ് അയക്കാം. അതുകൊണ്ട് പരീക്ഷണങ്ങൾ നടത്താനും തെറ്റുകൾ തിരുത്താനും ഡിസൈനുകൾ മാറ്റാനും ചന്ദ്രനാണ് ഏറ്റവും എളുപ്പം. ചുരുക്കത്തിൽ ചൊവ്വയിലേക്ക് പോയി പെട്ടുപോകുന്നതിനേക്കാൾ നല്ലത് നമ്മൾ ആകാശത്ത് കാണുന്ന ചന്ദ്രനിൽ ഒരു ടെസ്റ്റ് റൺ നടത്തുന്നതെന്നാണ് മസ്ക് മനസ്സിലാക്കിയത്. ഇതൊരു ടെക്നിക്കൽ തീരുമാനം മാത്രമല്ല, ഇതിന് പിന്നിൽ കൃത്യമായ ഒരു ബിസിനസ് പ്ലാൻ കൂടിയുണ്ട്. നാസയുടെ വരാനിരിക്കുന്ന ആർടെമിസ് മിഷന്റെ ലക്ഷ്യം തന്നെ ചന്ദ്രനിലേക്ക് മനുഷ്യനെ വീണ്ടും എത്തിക്കുക എന്നതാണ്. നാസയുടെ ഈ പ്ലാനുമായി ചേർന്നു പോകുന്നത് സ്പേസ് എക്സിന് സാമ്പത്തികമായും ഗുണം ചെയ്യും. മറ്റൊരു പ്രധാന കാര്യം, സ്പേസ് എക്സ് എന്ന കമ്പനി പബ്ലിക് ലിസ്റ്റിംഗിന് തയ്യാറെടുക്കുകയാണെന്ന വാർത്തകളാണ്. 2026 പകുതിയോടെ സ്പേസ് എക്സ് ഓഹരി വിപണിയിലേക്ക് വരാൻ സാധ്യതയുണ്ട്. ഏകദേശം $1.5 ട്രില്യൺ, അതായത് 1.5 ലക്ഷം കോടി ഡോളർ മൂല്യമാണ് കമ്പനി പ്രതീക്ഷിക്കുന്നത്. ചൊവ്വയിൽ എന്ത് നടക്കുമെന്ന് ഉറപ്പില്ലാത്ത ഈ സ്വപ്നം വിൽക്കുന്നതിനേക്കാൾ നിക്ഷേപകർക്ക് മുമ്പിൽ 10 വർഷത്തിനുള്ളിൽ ചന്ദ്രനിൽ സിറ്റി എന്ന നടക്കാൻ സാധ്യതയുള്ള ഒരു പ്ലാൻ അവതരിപ്പിക്കുന്നതാണ് ബിസിനസ്സിന് നല്ലത്. അതുകൊണ്ട് മസ്ക് ചൊവ്വയെ ഉപേക്ഷിച്ചെന്ന് കരുതണ്ട. ചൊവ്വ തന്നെയാണ് അൾട്ടിമേറ്റ് ലക്ഷ്യം. പക്ഷെ അവിടെ ജീവിക്കാൻ ആവശ്യമായ സാങ്കേതിക വിദ്യകൾ, ലൈഫ് സപ്പോർട്ട് സിസ്റ്റങ്ങൾ എന്നിവ ചന്ദ്രനിൽ വെച്ച് പരീക്ഷിച്ച് വിജയിച്ച ശേഷം ചൊവ്വയിലേക്ക് പോയാൽ മതിയെന്നാണ് പുതിയ തീരുമാനം. ചന്ദ്രൻ ഇനി ചൊവ്വയിലേക്കുള്ള ഒരു ലോഞ്ച് പാഡ് മാത്രമായി മാറും.